നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ഈ ഫോട്ടോകൾ എങ്ങനെ നമുക്ക് ആ സ്ഥാപനത്തിനെ റിവ്യൂ ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ആ പെർട്ടിക്കുലർ പ്ലേസ് ലിസ്റ്റഡ് ആണോ എന്ന് നോക്കുക. ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ലിസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിന്റെ 3 ഡോട്ട് മെനു നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് എ മിസ്സിംഗ് പ്ലേസ് കാണാൻ സാധിക്കും. അവിടെ ആ സ്ഥലത്തെ കുറിച്ച് അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പറൊക്കെ എൻട്രി ചെയ്തുകൊണ്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ആരെങ്കിലും ആ ഒരു സ്ഥലം സെർച്ച് ചെയ്യുമ്പോൾ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിന്റെ അകത്ത് ലഭിക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ഫോട്ടോ എങ്ങനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ നോക്കാം. യുവർ കോൺട്രിബ്യൂഷൻ എന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഏരിയ ആണ്. ലോക്കൽ ഗൈഡ് 5 വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഓരോ ലെവൽ കഴിയുമ്പോഴും ഓരോ ബാഡ്ജുകൾ ഗൂഗിൾ നമുക്ക് തരും. എനിക്കിപ്പോൾ ലോക്കൽ 5 വരെ എത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ബാഡ്ജ് കാണുന്നത്. ഓരോ ലെവലിലേക്ക് എത്താൻ എത്ര പോയിന്റുകളാണ് വേണ്ടത് നമുക്ക് നോക്കാം. വ്യൂ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോസിന് എത്ര പോയിന്റ് എനിക്ക് കിട്ടി, ഒരു ആൻസർ ചെയ്തതിന് എത്ര പോയിന്റ് എനിക്ക് കിട്ടി, മിസ്സിംഗ് പ്ലേസ് ആഡ് ചെയ്തതിന് എത്ര പോയിന്റ് കിട്ടി എന്നൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാഡ്ജ് ഇനേബിൾ ആകാൻ എത്ര പോയിന്റുകൾ വേണമെന്നാണ് ഈ കാണുന്നത്. ലെവൽ 4 മുതലാണ് ബാഡ്ജ് ഇനേബിൾ ആകുന്നത്. അങ്ങനെ 10 ലെവൽ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രീതിയിലുള്ള ബാഡ്ജ് ഒക്കെ ഇനേബിൾ ആകുന്നതാണ്. ഞാൻ വീണ്ടും ഗൂഗിൾ മാപ്പിലേക്ക് വരികയാണ്. യുവർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ റിവ്യൂസ് കാണാം, ഫോട്ടോസ് കാണാം, എഡിറ്റ് കാണാം. ഇനി റിവ്യൂസ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഇനേബിൾ ആകുന്നതാണ്. ജസ്റ്റ് പാലാരിവട്ടം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ആ ഏരിയയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ലഭിക്കുന്നതാണ്. ഞാൻ അവിടെ വെച്ച് ഏതെങ്കിലും ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നൊക്കെ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ഡേറ്റകളാണ് ഗൂഗിൾ എടുത്തിട്ട് റിവ്യൂസ് ആയിട്ട് കാണിക്കാം. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുക. ദെൻ ആ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് മിസ്സിംഗ് പ്ലേസ് കൊടുത്ത് ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യുക. ദെൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടത്തെ കുറിച്ചുള്ള പോസിറ്റീവ് റിവ്യൂ കൊടുക്കുക. ഇത് മറ്റുള്ളവർക്ക് ഒരു സ്ഥലത്ത് എത്താനും ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സഹായകരമാകും. ഇങ്ങനെ പരസ്പരം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകുക. എന്തായാലും ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കാം. ടെക്നോളജി പരമായിട്ടുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.